നിമിഷം നമുക്ക് കണ്ണുകളടച്ച് ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ നമുക്ക് അനുഭവിക്കാം. മനസ്സിന്റെ ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ഇടയിലുണ്ട്. ഒരു നിമിഷം അതിനെല്ലാം നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് നൽകാം. മനസ്സിനെ നമുക്ക് ശാന്തമാക്കാം. എല്ലാ തിരമാലകളുടെയും മുകളിലൂടെ നടക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ വിഷമതകളുടെ നടുവിലൂടെ നടന്ന് നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. അവിടുത്തെ വചനം ശ്രവിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം, നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം. ശാന്തമായ മനസ്സിലാണ് ദൈവം സംസാരിക്കുകയും തന്റെ വചനത്തിന്റെ വിത്തുകൾ വിതയ്ക്കുകയും ചെയ്യുക. മനസ്സിനെ ശാന്തമാക്കി ദൈവിക സാന്നിധ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയെ, എന്റെ ജീവിതത്തിലേക്ക് എനിക്ക് ആവശ്യമാകുന്ന വചനത്തെ നൽകണമേ എന്ന പ്രാർത്ഥനയോടെ, ഇഷ്ടമായ ഒരു പ്രാർത്ഥനയോടെ നമുക്കിരിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്തിന്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോയതുപോലെ നിങ്ങൾ പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. ഒരിക്കൽ കൂടെ വചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ നമുക്ക് പതിപ്പിക്കാം. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 11-ാം തിരുവചനം. അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്തിന്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. ഈശോയുടെ ആ വചനത്തിൽ നമുക്ക് നന്ദി പറയാം. അവിടുത്തെ സ്വർഗത്തിലേക്ക് കടന്നു പോയതുപോലെ തന്നെ മഹിമയോടും പ്രാഭവത്തോടും കൂടെ തിരിച്ചു വന്ന് അവനായിരിക്കുന്നിടത്തേക്ക് നമ്മളെയും കൊണ്ടുപോകുമെന്ന വാഗ്ദാനം അവൻ പൂർത്തീകരിക്കും. ഈശോയ്ക്ക് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുകയും ചെയ്യട്ടെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സ്തുതിച്ചല്ല. നോമ്പ് കാലത്തിന്റെ ആദ്യത്തെ വ്യാഴാഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആഗമനകാലം കാത്തിരിപ്പിന്റെ കാലമാണ്. ഈശോ നമ്മുടെ കൃത്തിലേക്ക് പിറന്നു വീഴുന്നത് കാത്തിരുന്നുകൊണ്ട് നമ്മൾ ആ ഈശോയെ സ്വീകരിക്കുവാൻ ഒരുക്കുന്നതിന് വേണ്ടി സഭ നൽകുന്ന 25 ദിവസങ്ങൾ വലിയ ആനന്ദത്തിന്റെ ദിവസങ്ങളാണ്. കാരണം ഇതൊരു വലിയ മഹാ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതാണ്. കാത്തിരിപ്പിന്റെ കാലമാണ്. വലിയ നോമ്പ് കാലത്ത് നമ്മൾ ഈശോയുടെ പീഡാസഹനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സ് മുഴുവൻ വേദനയും നമ്മുടെ പാപങ്ങളെ കുറിച്ചുള്ള പ്രയാസങ്ങളും ഈശോ സഹിച്ച വേദനകളെ കുറിച്ചുള്ള നമ്മുടെ വിഷമതകളും ഒക്കെയാണ്. എന്നാൽ ക്രിസ്തുമസ് അങ്ങനെയല്ല. ക്രിസ്തുമസ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ സന്തോഷമാണ്, മാലാഖമാരുടെ പാട്ടാണ്. ജീവിതത്തിൽ എന്തൊക്കെയോ സന്തോഷവും സമാധാനവും ഐശ്വര്യമൊക്കെ നൽകുന്ന ഒരനുഭവമാണ് ക്രിസ്തുമസ് നമ്മൾ കേൾക്കുമ്പോൾ. അറിയാം, പ്രവാചക പ്രവചനങ്ങളെ പൂർത്തീകരിച്ചുകൊണ്ട്
ക്രിസ്തു ഈ ലോകത്തിലേക്ക് ആദ്യമായി കടന്നു വന്നത് സ്നേഹത്തിന്റെ സന്ദേശമായ. മലാഖമാർ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈശോ തന്റെ ജീവിതത്തിൽ എപ്പോഴും നമ്മളെ പഠിപ്പിച്ചത് ഇത് സമാധാനത്തെ കുറിച്ച്. ഞാൻ തരുന്ന സമാധാനം അത് നിങ്ങളുടെ കൂടെ എന്നും നിലനിൽക്കും. ഇതൊരിക്കലും ആർക്കും എടുത്തു മാറ്റാൻ പറ്റില്ല. ഈശോ തന്റെ ഉത്ഥാനത്തിന് ശേഷം തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞതും സമാധാനം. എല്ലായിടത്തും ശാന്തിയും സമാധാനവും. ഈശോയുടെ ആദ്യത്തെ വരവ് സമാധാനത്തിന്റെ ഇതായിരുന്നു. അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നു, നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് അവൻ നമ്മളെ ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചു. തന്റെ പീഡാസഹനവും കുരിശുമരണവും വഴി പിതാവിന്റെ മക്കളിലേക്കാക്കി നമ്മളെ എല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം അവൻ സ്വർഗത്തിലേക്ക് കടന്നുപോയി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ പറയും, അവൻ കടന്നുപോയതുപോലെ തന്നെ അവൻ തിരിച്ചു വരും. വാനമേഘങ്ങളിൽ മലാഖമാരുടെയും വിശുദ്ധരുടെയും ഒക്കെ അകമ്പടിയോടുകൂടെ ദൈവം കടന്നു വരും. അപ്പോൾ ആ കടന്നുവരവ് നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിന്റെ ദിവസങ്ങളല്ല. ക്രിസ്തുമസ് സന്തോഷത്തിന്റെ ദിവസമാണ്. എന്നാൽ കർത്താവിന്റെ രണ്ടാം വരവ് അത്ര ശുഭകരമായിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം എന്തേ? ജീവന്റെ പുസ്തകം അവന്റെ കയ്യിലുണ്ട്. അതാണ് പ്രശ്നം. ജീവന്റെ പുസ്തകം യേശുനാഥൻ കൈകളിൽ ഏന്തിക്കൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി നമ്മളെ വിധിക്കുവാൻ വരും. വിധിയാളനായ ദൈവം, സർവവും ഉള്ളിലുള്ളവൻ. അവൻ ആദ്യം അയക്കുന്ന എന്താണ്? മാലാഖമാരെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് അയച്ച് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ഒന്നിച്ചു കൂട്ടി നിർത്തിയിട്ട് ജീവന്റെ പുസ്തകം തുറക്കും. എന്നിട്ട് അവൻ ജീവന്റെ പുസ്തകത്തിൽ നോക്കിക്കൊണ്ട് നമുക്ക് വിധി നൽകും. ആ വിധിക്ക് മുമ്പിൽ നമ്മൾ എങ്ങനെയായിരിക്കും? ആ വിധിക്ക് നമ്മൾ എങ്ങനെ പ്രത്യുത്തരം നൽകും? ആ വിധിവാചകം കേട്ട് കഴിയുമ്പോൾ നമ്മൾ എന്താകും? അർത്ഥം എന്താ? ഒരിക്കൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു വരുമ്പോൾ ആ ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഓരോരുത്തരും പ്രത്യക്ഷപ്പെടണം. പ്രത്യക്ഷപ്പെട്ടേ മതിയാകൂ. ആ സത്യത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ വായന. അവൻ വീണ്ടും വരും. അവൻ പോയതുപോലെ മഹത്വത്തോടുകൂടെ അവൻ വീണ്ടും വരും. അവന്റെ മുമ്പിൽ നമ്മളും പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യുവാൻ പറ്റും? അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം സമരിയാക്കായ സ്ത്രീയുടെ കഥ നമ്മൾ വായിച്ചു കേൾക്കും. അവൾ തന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. താൻ വില കൊടുത്തിരിക്കുന്ന മൂല്യങ്ങൾ അതെന്തുമായിക്കൊള്ളട്ടെ, ആ വില കൊടുത്ത മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ്. പക്ഷേ ഒരിക്കൽ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ താൻ ഇന്നുവരെ എന്തിന്റെയൊക്കെ പുറകെ പോയിരുന്നോ, തന്റെ ഇഷ്ടങ്ങളും അഭീഷ്ടങ്ങളും എന്തൊക്കെയായിരുന്നോ അതെല്ലാം മാറ്റിവെക്കുവാൻ അവൾ തയ്യാറായി. കാരണം അവൾക്ക് മനസ്സിലായി, ഇതാ തന്റെ മുമ്പിലിരിക്കുന്ന ഈ വലിയ വ്യക്തി ക്രിസ്തുവാണെന്നുള്ള ബോധ്യത്തിലേക്ക് വളരുമ്പോൾ ക്രിസ്തു അവളുടെ ഉള്ളിൽ രൂപാന്തരപ്പെടുകയാണ്. ക്രിസ്തുവിന് അവൾ ജന്മം കൊടുക്കുകയാണ്. ക്രിസ്തു അവളിൽ വളർന്നു വരുന്നതനുസരിച്ച് അവളുടെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ ഒന്നൊന്നായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വചനം നമ്മൾ എപ്പോഴും വായിക്കുന്നതാണ്. ക്രിസ്തു നമ്മിൽ രൂപാന്തരപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ക്രിസ്തു നമ്മിൽ രൂപാന്തരപ്പെടുന്നത് വരെ എനിക്ക് വേദനയാണ്. കാരണം ക്രിസ്തുവിനെ രൂപാന്തരപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തെ ക്രിസ്തുവിന് അനുരൂപമാക്കി മാറ്റണം. ഞാൻ ക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ, ക്രിസ്തുവിനെ സ്വജീവിതത്തിൽ പകർത്തിയതുപോലെ ഇനി ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നെന്ന് പറയാൻ തക്ക വിധമുള്ള ഒരു ജീവിത സാക്ഷ്യത്തിന് പൗലോസ് അപ്പോസ്തലൻ തയ്യാറാകുമ്പോൾ
എന്നെ പോലെ നിങ്ങളും ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് ആ ക്രിസ്തുവിന് ജന്മം നൽകി പരിപൂർണതയിലേക്ക് വരുവാൻ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സ്ത്രീയെ സംബന്ധിച്ച് ക്രിസ്തുവിനെ മനസ്സിലാക്കി ക്രിസ്തുവിനെ തന്റെ ജീവിതത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുവാൻ അവൾ ആഗ്രഹിച്ചപ്പോൾ ക്രിസ്തു അവളിൽ വളരുവാൻ ആരംഭിച്ചു. ഇഷ്ടമില്ലാത്ത പലതിനെയും അവൾ മാറ്റി നിർത്തേണ്ട വന്നു. തനിക്കിഷ്ടമുള്ളതൊക്കെ അവൾ മാറ്റി നിർത്തി. അതിനുശേഷം അവൾ ക്രിസ്തുവിലേക്കൊന്ന് നോക്കിയപ്പോൾ, ക്രിസ്തുവിനെ തന്റെ ജീവിതത്തിലേക്കൊന്ന് ക്ഷണിച്ചപ്പോൾ ക്രിസ്തു അവളിൽ രൂപാന്തരപ്പെടുവാൻ തുടങ്ങി. ഒരു 26 വയസ്സുള്ളൊരു പയ്യൻ. അവൻ തന്റെ ജീവിതം പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് 26 വയസ്സായി, അപ്പനും അമ്മയും ഞാനും ഉള്ളൊരു ചെറിയ കുടുംബം. ഞാൻ ITI നല്ല വിജയത്തോടുകൂടി പാസ്സായി, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. 85% മാർക്കോടുകൂടി ഞാൻ പാസ്സായി. എന്റെ അപ്പൻ കുറെ നാള് 2 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. ഇപ്പോൾ ഞാനും എന്റെ അമ്മയും മാത്രം, ചെറിയ കുടുംബം. ജീവിതം പറഞ്ഞു വെക്കുന്ന ഇങ്ങനെ: അച്ഛാ, ഞാൻ ഈ ദേവാലയത്തിൽ അൾത്താരബാലനായിരുന്നു 10ാം ക്ലാസ് പാസ്സാകുന്നത് വരെ. 10ാം ക്ലാസ് പാസ്സായപ്പോൾ അൾത്താരബാലൻ സംഘത്തിൽ നിന്ന് ഞാൻ മാറി. അങ്ങനെ +2 ഒക്കെ ആയപ്പോൾ ഞാൻ പള്ളിയിൽ നിന്ന് അൾത്താരയിൽ നിന്ന് താഴെയായി ഫ്രണ്ടിലായിരുന്നു, പിന്നെ പുറകിലായി. പിന്നെ ഞാൻ കാറ്റഗിസം പഠിക്കുമ്പോൾ പോലും ഏറ്റവും പുറകിൽ കൊണ്ട് എന്നെ സിസ്റ്റേഴ്സ് ഇരുത്തി. മറിച്ചിപ്പോൾ ഞാൻ പള്ളിക്കും പുറത്തേക്ക് പോയി. ഏറ്റവും പുറകിലിരുന്ന് ഞാൻ ഇന്ന് പള്ളിക്ക് പുറകിലേക്ക് പോയി. അങ്ങനെ ഏതാണ്ട് 5-8 വർഷക്കാലം പള്ളിയുമായിട്ട് എനിക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല. ഒരു ദിവസം വികാരിയച്ഛൻ ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, അൾത്താര ബാലന്മാര്, കർത്താവിന് ശുശ്രൂഷ ചെയ്ത വ്യക്തികള് ഇന്നിതാ ശവക്കോട്ടയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കുർബാന കാണുന്നത് കാണുമ്പോൾ എന്റെ ചങ്ക് പൊട്ടുന്നു. ആ പള്ളിയുടെ, ഞാൻ പറയുന്ന പള്ളിയുടെ തൊട്ടടുത്താണ്, അധികം സ്ഥലമൊന്നുമില്ല. വ്യക്തമായിട്ട് പറയാം, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ധ്യാനിപ്പിച്ച പള്ളിയിൽ സംഭവിച്ച ഒരു ചെറിയൊരു അനുഭവം. പള്ളിയുടെ തൊട്ടടുത്താണ് സെമിത്തേരി, പള്ളി തൊട്ട് സെമിത്തേരി. അപ്പോൾ ഈ പയ്യൻ ഇത്രയും നാളായിട്ട് ഇവൻ ഈ +2 കഴിഞ്ഞ് ഡിഗ്രി ഈ ITM കഴിഞ്ഞ ശേഷം ഇവൻ നിൽക്കുന്നത് മുഴുവൻ ഈ സെമിത്തേരിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് വരുന്ന ദിവസങ്ങളൊക്കെ സെമിത്തേരിയിൽ നിന്നുകൊണ്ടാണ് കുർബാന കാണുക. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് സങ്കടം വരുന്നു. ഈ മക്കളിൽ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്ത മക്കൾ ഇന്ന് ഈ സെമിത്തേരിയുടെ അടുത്തിരുന്നു കൊണ്ട് കുർബാന കാണുമ്പോൾ എന്റെ ചങ്ക് പിടയുന്നു. ആ വാക്കവന്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിഞ്ഞു. അവൻ ചിന്തിച്ചു, അൾത്താരയിൽ ശ്രേഷ്ഠമായ ദൈവത്തിന്റെ മഹത്വം കണ്ടുകൊണ്ട് ഞാൻ ബലിയർപ്പിച്ച ഒരു കാലഘട്ടമുണ്ട്. അൾത്താരയിൽ പവിത്രമായ കാസയും പിലാസയും ഒക്കെ എന്റെ കയ്യിലെടുക്കുമ്പോൾ വിശ്വസിച്ചുകൊണ്ട് വിറച്ചിരുന്നൊരു കാലമുണ്ട്. പൂജാവസ്ത്രങ്ങൾ എടുത്ത് ഞാൻ വിരിക്കുമ്പോൾ എന്റെ ചങ്ക് പിടയുന്ന കാലമുണ്ട്. അത്രയും പവിത്രമായി ഞാൻ കാത്തു സൂക്ഷിച്ചിരുന്ന ഈ ദേവാലയത്തിനുള്ളിൽ നിന്ന് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ശവക്കോട്ടയിലെ ഈ ചീഞ്ഞു നാറുന്ന, ഈ ചീഞ്ഞു തീരുന്ന അവസ്ഥയിലേക്ക് ഞാൻ കടന്നു വരുന്ന ഒരു കാലഘട്ടമുണ്ടല്ലോ. എവിടെയാ സംഭവിച്ചത്? ക്രിസ്തു അവനിൽ വളർന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. ക്രിസ്തു വളർന്നവനെ സ്വന്തമാക്കിക്കൊണ്ടിരുന്നപ്പോൾ അൾത്താരയിൽ നിന്ന് അവൻ വിട്ടുമാറിയില്ല. മറിച്ച് ക്രിസ്തുവിനെ അവൻ സ്വജീവിതത്തിൽ നിന്ന് മാറ്റി തന്റെ ഇഷ്ടങ്ങളും അനുഷ്ഠാനങ്ങൾക്കും പിറകെ പോകുമ്പോൾ ക്രിസ്തു അവനിൽ വളരാതായി. മറിച്ച് അവനിൽ വളർന്നത് അവന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അതവനെ കൊണ്ട് നിർത്തിയത് ഈ ശവക്കോട്ടയുടെ മുന്നിലാണ്. ക്രിസ്തു വളരുമ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ കർത്താവിന്റെ അടുക്കലേക്ക് വരിക. നമുക്കിഷ്ടമുള്ളതിനെ പലതിനെയും നമ്മൾ ഉപേക്ഷിക്കണം. അവൻ പറയുകയാണ്, എനിക്കിഷ്ടമുള്ള പലതുണ്ട്, എനിക്കിഷ്ടപ്പെട്ട ഒത്തിരിയുണ്ട്. ഇന്നവന്റെ അവസ്ഥ കഞ്ചാവ് വലിക്കും, ബീഡി വലിക്കും, ഏതെല്ലാം വിധത്തില് ഒരു 26-കാരന് പോകാൻ പറ്റിയോ അത്രമാത്രം അവൻ താന്നുപോയി.
ഏതെല്ലാം വിധത്തിൽ അവന് താഴാൻ പറ്റുമോ അത്രമാത്രം താഴ്ന്നുപോയി. അവസാനം പറയുക, അമ്മയ്ക്കിട്ട് ഞാൻ അടിക്കും, അമ്മയുടെ കൈക്ക് ഞാൻ അടിച്ചൊടിച്ചിട്ടുണ്ട് അച്ഛാ. ഈ ബീഡിയും വലിച്ച് കഞ്ചാവും വലിച്ച് വീട്ടിൽ വരുമ്പോൾ അമ്മ പറയും, മകനെ നീ എന്താണ് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്കിട്ട് ഞാൻ അടിക്കുന്ന കൈയാണിത്, കൈയൊത്തിക്കൊണ്ട് കാണിച്ച കൈയാണിത്. ഞാൻ പറയുക, ഇന്ന് എനിക്കൊരു അനുഭവമുണ്ട്, ഇതിൽ നിന്ന് എനിക്കൊന്ന് വിട്ടുമാറണം. ഞാൻ എത്രമാത്രം ഞാൻ ഈ ലോക വസ്തുക്കളോട്, എന്റെ ഇഷ്ടങ്ങളോട് അനുരൂപപ്പെട്ട് ജീവിക്കുന്നുവോ അതിൽ നിന്ന് എനിക്കൊന്ന് മാറുവാൻ പറ്റണം. ആഗ്രഹമാണത്, പക്ഷെ നടക്കുന്നില്ല. ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക, അത് നടന്നു മാറുമെന്ന് ഉപദേശം നൽകി. ആഗ്രഹിക്കുക, ദൈവം നിന്റെ കൂടെയുണ്ട്. സ്നേഹമുള്ളവരെ, ക്രിസ്തു വളർന്നു വരുമ്പോൾ ആ ഒരു പയ്യന്റെ ജീവിതത്തിൽ എത്രമാത്രം മാറ്റങ്ങളാണ് സംഭവിച്ചത്. അവന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായി, ഈ ശവക്കോട്ടയിൽ നിന്ന് എനിക്ക് അൾത്താരയിലേക്ക് കടന്നു വരുവാൻ ദൈവമേ ഒരു അവസരം തരണം. ഈ ചീഞ്ഞു നാറുന്ന അവസ്ഥയിൽ നിന്ന് പരിശുദ്ധമായി അൾത്താരയുടെ പരിശുദ്ധി എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം എന്ന് എന്നെ അനുഗ്രഹിക്കണം. സ്നേഹമുള്ളവരെ, ആ പയ്യനെ പോലെ എത്രമാത്രമാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ ഇഷ്ടങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പിറകെ പോയി ക്രിസ്തുവിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറന്തള്ളുന്ന ഒരു അനുഭവം. ക്രിസ്തുവിനിൽ വളരണം, ക്രിസ്തുവിനിൽ ആയിത്തീരണം, ഞാൻ ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടണം. അതാണ് എന്റെ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ആ ദൈവത്തിന്റെ ആഗ്രഹത്തിന് വിപരീതമായി ഞാൻ ചെയ്തു പോയി ജീവിച്ചു പോകുന്ന നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് നമ്മൾ എത്രമാത്രം വിലപിക്കണം. ഈ ഒരു കാലഘട്ടം സഭ നമുക്ക് നൽകുന്നത് അതിനു വേണ്ടിയാണ്, ഒരു തിരിച്ചറിവിന് വേണ്ടിയാണ്. ആ പയ്യൻ തന്റെ ജീവിതത്തിൽ സംഭവിച്ച വ്യതിയാനങ്ങളെ കുറിച്ച് പൂർണ്ണമായിട്ടൊരു തിരിച്ചറിവുണ്ടായപ്പോൾ, ക്രിസ്തു അവന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവന് വലിയൊരു അനുഭവം ഉണ്ടായതുപോലെ നമ്മുടെ ജീവിതത്തിലും വലിയ ഒരു അനുഭവം ഉണ്ടാകുവാൻ സഭ നൽകുന്ന ഒരു കാലഘട്ടമാണ് ഈ നോമ്പുകാലം. രണ്ടാമതായിട്ട്, നമ്മൾ ഒത്തിരിയധികം ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ടതിന് പലതിനെയും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. ക്രിസ്തു എന്നിൽ രൂപാന്തരപ്പെടണമെങ്കിൽ ഞാൻ ഒത്തിരിയധികം ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതിന് പലതും എനിക്ക് മാറ്റി നിർത്തേണ്ടി വരും. സമരിയാക്കാരി സ്ത്രീയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കർത്താവ് അവളുടെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു, സ്പഷ്ടമായിട്ട് പറഞ്ഞു. അവളുടെ ജീവിതത്തിന്റെ വീഥികളെ അക്കമിട്ട് കർത്താവ് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, നീ ഒരു പ്രവാചകനാണ്, നീ ഒരു പ്രവാചകനാണ്. കാരണം യഹൂദരും സമരിയക്കാരും തമ്മിൽ വഴക്കാണ്. നമുക്ക് പശ്ചാത്തലം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഒരു യഹൂദൻ ഒരു സമരിയക്കാരിയോട് വെള്ളം ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹീനമായ പ്രവൃത്തിയാണ്. പക്ഷെ യേശു ആ സ്ത്രീയെ സ്വന്തം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അവളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാൻ, അവളെ സഹായിക്കുവാൻ അവൻ ചോദിച്ചു, അല്പം വെള്ളം. ആ സ്ത്രീ വെള്ളം കൊടുക്കുമ്പോൾ മുമ്പ് ചോദിക്കുന്നു, നമ്മൾ എങ്ങനെയാണ് വെള്ളം തരിക? അപ്പോൾ അവൻ പറഞ്ഞു, ഈ ജലം കുടിച്ചാൽ ദാഹിക്കും, ഞാൻ തരുന്ന ജലം കുടിച്ചാൽ നീ എന്നും ജീവിക്കും, എന്നിലുള്ള ജീവന്റെ ജലം. അവൾ പറഞ്ഞു, ആ ജീവന്റെ ജലം എനിക്കിതാ. അതാണ് വലിയൊരു മാനസാന്തരം. ഇത്രയും നാൾ അവൾ ജീവന്റെ ജലത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരും, ഈ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കും, പിന്നെയും അവൾക്ക് ദാഹിക്കും. ഒരിക്കലും ദാഹിക്കാത്ത ജലത്തെ കുറിച്ച് അവൾ അറിഞ്ഞിട്ടില്ല, അവൾ കേട്ടിട്ടില്ല. മറിച്ച് ഒരു പ്രവാചകനായ മനുഷ്യൻ വന്ന് പറയുക, ഞാൻ തരുന്ന ജലം കുടിച്ചാൽ നിനക്ക് ജീവിതത്തിന്റെ അവസാനം വരെ ദാഹിക്കില്ല, കാരണം ഞാൻ നൽകുന്ന ജലം ജീവന്റെ ജലമാണ്. സ്നേഹമുള്ളവരെ, ഈ ജീവന്റെ ജലം കുടിക്കുവാൻ അവൾ ആഗ്രഹിച്ചപ്പോൾ കർത്താവ് അവൾക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുക. കർത്താവ് അവൾ വളർന്നു വരികയാണ്. ഒരു പ്രവാചകന്റെ സ്ഥലത്ത് നിന്നും അവൾ കർത്താവിനെ അറിയുന്നു, കർത്താവിനെ സൂക്ഷ്മമായിട്ട് നോക്കുന്നു. ആ കർത്താവിന്റെ ജീവിതത്തെ അവൾ ഒന്നൊന്നായിട്ട് അവൾ വിലയിരുത്തിക്കൊണ്ട് ഒരു പുതിയ ഒരു തലത്തിലേക്ക് അവൾ ഉയരുകയാണ്. ക്രിസ്തു അവളിൽ വളരുവാൻ അനുവദിക്കുകയാണ്. ആ മകന്റെ കാര്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം.
അവൻ ഇന്ന് ഈ അൾത്താരയുടെ മുമ്പിൽ ഈ ശവക്കോട്ടയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവനൊരാഗ്രഹം, എനിക്കിനി ഞാൻ ഇഷ്ടപ്പെടുന്നതിനെയൊക്കെ ഒന്ന് മാറ്റി നിർത്തണം. എനിക്കിഷ്ടപ്പെടുന്നത് എനിക്കൊന്ന് മാറ്റി നിർത്തിയാൽ എനിക്ക് കടന്നു വരുവാൻ പറ്റുന്നത് ഈ അൾത്താരയിലേക്കാണ്, ഈ പള്ളിയുടെ ഉള്ളിലേക്കാണ്. അതുകൊണ്ട് അവൻ പതുക്കെ അവൻ പറഞ്ഞു, ഞാൻ ഇന്ന് എന്റെ കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ ഞാൻ അകന്നു പോവുകയാണ്. ഞാൻ ഇന്നൊരു ജോലി ചെയ്യുക ഒരു മെക്കാനിക്കാണ്, നല്ല ഒരു മെക്കാനിക്കാണ് ഞാൻ. അതുകൊണ്ട് ഹോണ്ടയുടെ ഒരു വർക്ക്ഷോപ്പിൽ ഞാൻ ജോലിക്ക് കയറി. ഇനി എന്റെ ആ പഴയ കൂട്ടുകെട്ടുകളിൽ നിന്ന് ഞാൻ മാറി മാറി ബോധപൂർവം മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കൂട്ടുകെട്ടുകളിൽ നിന്ന് മാത്രമല്ല, പഴയ പല ദുശീലങ്ങളിൽ നിന്നും ഞാൻ മാറി മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഓരോ ദിവസത്തെയും മാറ്റം കാണുമ്പോൾ എന്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീർ എനിക്ക് പ്രചോദനമാണ്. ഇന്ന് വരെ അമ്മയെ അടിച്ച് അമ്മയെ ദ്രോഹിച്ച് അമ്മയോട് പറയുന്ന വാക്കുകൾ ഓർക്കുമ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണ്. ഇന്ന് ആ മകന്റെ മാനസാന്തരം കണ്ടുകൊണ്ട് അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമ്പോൾ പറയും, ഇതാണ് എന്റെ പ്രചോദനം. എനിക്ക് എന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാനുള്ള പ്രചോദനം അമ്മയുടെ കണ്ണിൽ നിന്ന് വരുന്ന ഈ സന്തോഷത്തിന്റെ കണ്ണുനീരാണ്. സ്നേഹമുള്ളവരെ, അവന്റെ ജീവിതത്തിൽ ക്രിസ്തു വളരുകയാണ്. അവൻ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ ശ്രമിക്കുകയാണ്. തനിക്കിഷ്ടപ്പെട്ടവരെയൊക്കെ അവൻ മാറ്റി നിർത്തി, കൂട്ടുകെട്ടുകളെ മാറ്റി നിർത്തി. അവൻ മദ്യപാനത്തെ മാറ്റി നിർത്തി, പുകവലിയെ കഞ്ചാവ് വലിയെ മാറ്റി നിർത്തി, മറ്റ് ശരീരത്തിന്റെ ദാഹങ്ങളെ അവൻ മാറ്റി നിർത്തി. ഇന്നവനൊരു പൂർണ്ണതയിലേക്ക് വരുവാൻ ആഗ്രഹിച്ച് പരിശ്രമിക്കുകയാണ്. അർത്ഥമെന്തേ? അവൻ ആ പ്രചോദനം നൽകിയത് കർത്താവാണ്. ആ കർത്താവ് അവനിൽ വളർന്നുകൊണ്ടിരിക്കുക. കർത്താവ് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന് ഇഷ്ടമില്ലാത്തതെല്ലാം തന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണമെന്നുള്ള ഉത്തമ ബോധ്യത്തിലേക്ക് ആ മകൻ വളർന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലൊരു കാലഘട്ടം ദൈവം തന്നിരിക്കുക. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം നമ്മിൽ നിന്ന് ദൂരെ അകറ്റി ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ വളരാൻ അനുവദിക്കുമ്പോൾ തീർച്ചയായും അവൻ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും നമ്മുടെ ജീവിതത്തിൽ വളർന്ന് അവനായി രൂപാന്തരപ്പെടുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. സമരിയാക്കാരുടെ ജീവിതത്തിലേക്ക് വരികയാണ്. മൂന്നാമത്, ഒരു സൂക്ഷ്മതയുണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തില്. സൂക്ഷ്മതയുള്ള ഒരു ജീവിതത്തിന് മാത്രമേ ദൈവത്തിന്റെ ഹിതത്തെ തിരിച്ചറിയുവാൻ സാധിക്കൂ. സമരിയാക്കാരി സ്ത്രീക്ക് സൂക്ഷ്മത കൂടി. അവൾ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്, ഉത്തരങ്ങൾ വളരെ വ്യക്തമായിട്ട് ദൈവം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവസാനം അവൾ പറയും, അങ്ങ് ദൈവപുത്രനാണെന്ന് ഞാൻ പറയുന്നു. ക്രിസ്തു അവളിൽ പൂർവാധികം ശക്തമായി രൂപാന്തരപ്പെടുകയാണ്. ക്രിസ്തുവിനെ അവൾ തിരിച്ചറിയുകയാണ്. തന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യൻ യഥാർത്ഥ ക്രിസ്തുവാണെന്ന് അവൾ തിരിച്ചറിയുന്നു. ആ ക്രിസ്തുവിലേക്ക് വളരുവാൻ അവൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടെ തന്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് അവൾ ആഗ്രഹിക്കുകയാണ്. സ്നേഹമുള്ളവരെ, മകന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഇന്നവൻ തന്റെ ജീവിതത്തെ സൂക്ഷ്മതയോടുകൂടെ നോക്കിക്കാണുകയാണ്. എനിക്ക് 26 വയസ്സായി. എന്റെ ജീവിതത്തിന്റെ നഷ്ടപ്പെട്ടു പോയ കാലങ്ങൾ ഇനി എനിക്ക് വീണ്ടെടുക്കുവാൻ സാധിക്കില്ല. മറിച്ച് ഇനിയുള്ള എന്റെ കാലഘട്ടത്തിൽ എനിക്ക് എന്റെ കുടുംബത്തിന്, സമൂഹത്തിന് നന്മ ചെയ്യുവാൻ, ഈ പള്ളിയിലേക്ക് കടന്നു വരുവാൻ, അൾത്താരയിലേക്ക് വരുവാൻ, ദൈവജനത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു തീർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തു വളർന്നു വരുന്നതിന്റെ ഒരു ഉദാഹരണമാണ്, ഒരു വലിയ തീരുമാനം. നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളെ ഓർത്ത് കരയുവാനല്ല, മറിച്ച് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി എങ്ങനെ സാക്ഷ്യം വഹിക്കാം, മറ്റുള്ളവർക്ക് എന്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം നേടിയെടുക്കണം, എന്റെ ജീവിതം അവർക്ക് മാതൃകയായി തെറ്റിൽ ജീവിക്കുന്ന മക്കളെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ എന്റെ ജീവിതം സഹായിക്കുമെങ്കിൽ ഞാൻ അതിന് തയ്യാറാണെന്ന് പറയുവാൻ തക്കവിധം ഒരു കുട്ടി, ഒരു 26 വയസ്സുകാരന്റെ ജീവിതത്തിൽ ക്രിസ്തു വളർന്നു വരികയാണ്. ജീവിതത്തെ സൂക്ഷ്മതയോടെ കാണുക. ഇനി എനിക്ക് എന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം,
6 മണി വരെ ജോലിയുണ്ട്, ചിലപ്പോൾ 8 മണി വരെയെങ്കിലും ഉണ്ടാകും. അത് ജോലിയുടെ തിരക്കനുസരിച്ച് ഇപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞാൽ ഞാൻ എങ്ങും പോകില്ല, എന്റെ കുടുംബത്തിലേക്ക് വരും. ഞാൻ കുളിച്ചു കഴിഞ്ഞ് അമ്മയുമായിട്ട് കുറച്ചു നേരം ഒക്കെ ഒന്ന് സംസാരിക്കും, ഒന്ന് പുറത്തു പോകും. 8 മണി 7:30 തിരിച്ചു വരും. അമ്മയുമായി ഒന്ന് ചേർന്ന് ജപമാല ചൊല്ലും, പ്രാർത്ഥിക്കും, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, ഞങ്ങൾ കിടന്നുറങ്ങാൻ പോകും. സ്നേഹമുള്ളവരെ, ഒരു വലിയൊരു വളർച്ചയുടെ കാലഘട്ടം, വലിയൊരു വളർച്ച അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ആ വളർച്ച അവൻ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടുപോവുകയാണ്. അവന്റെ ജീവിതത്തില് കർത്താവ് എത്രമാത്രം ഇടപെട്ടുവെന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കും. ഇതാ ഒരൊറ്റ വാക്കാണ് അവന്റെ ജീവിതത്തില്. അൾത്താരയിൽ ഇരുന്നവൻ ഇന്ന് ശവക്കോട്ടയിലിരിക്കുന്ന കാണുമ്പോൾ എന്റെ ഹൃദയം പിടയുന്നുവെന്ന വികാരിയച്ഛന്റെ ഒറ്റ വാക്കുകൊണ്ട് മാനസാന്തരം സംഭവിച്ച ഒരു 26-കാരന്റെ കഥയാണ് ഞാൻ പറയുക. ഇതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതവും, സൂക്ഷ്മമായ ജീവിതം. ഈ ഒരു 50 ദിവസം നമ്മുടെ ജീവിതത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുവാൻ ദൈവം നൽകുന്ന ഒരു കാലഘട്ടമാണ്. ഈ മകനെ പോലെ എന്റെ ജീവിതത്തിലും ഒത്തിരിയധികം പ്രശ്നങ്ങളുണ്ട്, ഒത്തിരിയധികം ചാഞ്ചാട്ടങ്ങളുണ്ട്, ഒത്തിരിയധികം ആസ്വാദനങ്ങളുണ്ട്, പലതിനെയും വിട്ടുകൊടുക്കാൻ പറ്റാത്തതുണ്ട്. എത്രമാത്രം ചീത്തയാണെന്ന് അറിഞ്ഞിട്ടും ചങ്കോട് ചേർത്ത് പിടിക്കുവാൻ ഒരു ആഗ്രഹമുണ്ട്. വിട്ടുകൊടുക്കുവാനായിട്ടുള്ള പ്രചോദനം നൽകുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരുവാൻ നമ്മൾ അനുവദിക്കേണ്ട ഒരു കാലഘട്ടം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും സൂക്ഷ്മതയോടുകൂടെ മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ. നാലാമതായിട്ട് വിശുദ്ധമായ ഒരു അന്തരീക്ഷം രൂപീകരിക്കുക. തന്റെ ജീവിതത്തിൽ ആ സമറിയക്കാരി വിശുദ്ധമായ ഒരു അന്തരീക്ഷം സ്വീകരിച്ചു. അവൾ അവളുടെ ജീവിതത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞു, തന്റെ ജീവിതത്തിന്റെ പോരായ്മകളെ കുറിച്ച് അറിഞ്ഞു. അവൾ എന്തു ചെയ്തു? ഉടനെ തന്റെ കുടം അങ്ങോട്ട് വെച്ചിട്ട് അവൾ കർത്താവിനെ പ്രഘോഷിക്കുവാൻ കടന്നുപോയി. അവന്റെ മുൻപിൽ തന്റെ ജീവിതം വെച്ചിട്ട് കർത്താവിനെ പ്രഘോഷിക്കുവാൻ അവൾ കടന്നുപോയുമ്പോൾ വിശുദ്ധമായ ഒരു അന്തരീക്ഷമാണ് അവരുടെ ചുറ്റുമുള്ളത്. പാപത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്ന്, പാപത്തിന്റെ ആ പശ്ചാത്തലത്തിൽ നിന്ന് അവൾ വിട്ടുമാറിക്കൊണ്ട് ക്രിസ്തുവാകുന്ന പശ്ചാത്തലത്തിലേക്ക് കടന്നു വരികയാണ് അവൾ. എനിക്കിനി ക്രിസ്തു മതി, ഇനി എനിക്ക് ഇവൻ മതി, ഇവനെ വന്ന് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് അനേകർക്ക് തന്റെ ജീവിതത്തിന്റെ സാക്ഷ്യം നൽകുക. എപ്പോഴാ? ക്രിസ്തു ആ മകളിൽ വളർന്നു വരുന്നതനുസരിച്ച് അവൾക്ക് മാറ്റങ്ങൾ ഉണ്ടായി. സൂക്ഷ്മതയോടെ ക്രിസ്തുവിനെ അവൾ വീക്ഷിച്ചു. ആ സൂക്ഷ്മതയോടുകൂടെ ക്രിസ്തുവിനെ വീക്ഷിച്ചു വന്നപ്പോൾ അവൾ ജീവിച്ച അന്തരീക്ഷം തന്നെ മാറിപ്പോയി. പാപകരമായ അന്തരീക്ഷത്തിൽ നിന്ന് വിശുദ്ധമായ ഒരു അന്തരീക്ഷത്തിലേക്ക് അവൾ കടന്നു വന്നു. മകന്റെ ജീവിതത്തിലേക്ക് പോകാം. അവന്റെ ജീവിതത്തില് ഇന്നുവരെ ഉണ്ടായിരുന്ന വേദനകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ വിശുദ്ധമായ കുമ്പസാരത്തിലൂടെ അവൻ പാപപരിഹാരം നേടിയപ്പോൾ അവൻ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിക്കാത്തൊരു സന്തോഷം വച്ച ഈ നിമിഷം ഞാൻ അനുഭവിക്കുന്നു. 40 മണിക്കൂർ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് അവൻ പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ നിന്നാണ് കുമ്പസാരിച്ച് കടന്നുപോയത്. ഇന്ന് വരെ ഞാൻ അനുഭവിക്കാത്ത ഒരു സ്വാതന്ത്ര്യവും സന്തോഷവും സമാധാനവും ഞാൻ അനുഭവിക്കുന്നു. വെറുതെ ചോദിച്ചു, നീ ഇനി എന്ത് അമ്മയ്ക്ക് വേണ്ടി ചെയ്യും? അവൻ പറഞ്ഞു, ഞാൻ ഇനി അമ്മയെ കൂട്ടി പുറത്തു പോകും, അമ്മയ്ക്കിഷ്ടമുള്ള ഭക്ഷണം ഞാൻ വാങ്ങിച്ചു കൊടുക്കും, അമ്മയ്ക്ക് ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോകും. അച്ഛാ, അതിലുപരിയായി ഈ അമ്മ പറയുന്നത് പോലെ ഇനി ജീവിക്കുവാൻ ഞാൻ പരിശ്രമിക്കും. ആ വാക്കുകളാണ് സ്പർശിച്ചത്. അവൻ അമ്മയെ കൊണ്ടുപോക്കോട്ടെ, ഇന്നുവരെ ചെയ്ത എല്ലാത്തിനും അവൻ പ്രായശ്ചിത്തം ചെയ്തോട്ടെ. പക്ഷേ ഇനി അവൻ പറയുന്നു, ഇനി അമ്മ പറയുന്നത് പോലെ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ ജീവിച്ച സാഹചര്യങ്ങൾ വിശുദ്ധമാക്കുവാൻ അവൻ ആഗ്രഹിച്ചു. അവരേത് സാഹചര്യത്തിൽ ജീവിച്ചോട്ടെ, പ്രാർത്ഥനയില്ലാത്ത സാഹചര്യത്തിൽ നിന്ന് പ്രാർത്ഥനയുടെ സാഹചര്യത്തിലേക്ക് വന്നു. വിസ്തരികതം തുറക്കാത്തവൻ വിസ്തരികതം തുറക്കുവാൻ തുടങ്ങി. കൊന്ത ചൊല്ലാത്തവൻ കൊന്ത ചൊല്ലുവാൻ തുടങ്ങി.
അവൻ പതുക്കെ പതുക്കെ സെമിത്തേരിയിൽ നിന്ന് പള്ളിയുടെ വാതുക്കൽ വരെ എത്തി. താൻ ഓരോ മോർച്ചവും താൻ സ്വീകരിച്ചിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം വിശദീകരിക്കുവാൻ ആഗ്രഹിച്ചു. അവൻ അവസാനം ദിവസം പള്ളിക്കുള്ളിൽ നിന്നുകൊണ്ട് കുർബാന കണ്ടത് സംഭവം ഓർക്കുക. സെമിത്തേരിയിൽ നിന്നവൻ പള്ളിക്കകത്തേക്ക് കയറുവാൻ സാധിച്ച ആ ഒരു അനുഭവം ശരിക്കും കണ്ണു നിറഞ്ഞ് അവനെ കണ്ടപ്പോൾ, സെമിത്തേരിയിൽ നിന്ന് കുർബാന കണ്ടവൻ അൾത്താരയുടെ മുമ്പിൽ നിന്ന് കർത്താവിന്റെ നാമത്തിൽ നിന്ന് കുർബാന കാണുന്നത് കണ്ണുനീരോടുകൂടെ നോക്കി നിൽക്കാൻ പറ്റി. ക്രിസ്തു അവനിൽ എത്രമാത്രം പ്രവർത്തിക്കുന്നു, ക്രിസ്തു അവൻ എന്തുമാത്രം വളരുന്നു, ക്രിസ്തുവിന് വേണ്ടി അവൻ എത്രമാത്രം ദാഹിക്കുന്നു, ആ ഒരു ചിന്തയാണ് മനസ്സിന്റെ കണ്ണുകളെ കണ്ണുനീരണിയിക്കുക. 26 വയസ്സുകാരനെ ക്രിസ്തു തന്റെ സ്വന്തമാക്കി എടുക്കുന്നു. കാരണം അവന്റെ ജീവിതത്തെ അവൻ സ്വീകരിക്കുന്ന, അവൻ ആയിരിക്കുന്ന സാഹചര്യങ്ങളെ വിശുദ്ധീകരിക്കുവാൻ അവൻ സാധിച്ചപ്പോൾ ക്രിസ്തു അവൻ ജീവിക്കുന്നവരായി. അഞ്ചാമത്, ക്രിസ്തുവിന് ജന്മം നൽകുക. സമരിയാക്കാരി സ്ത്രീ നാട്ടിൽ പോയി പറഞ്ഞത് എന്താണ്? ഇതാ ഒരു പ്രവാചകനെ ഞാൻ കണ്ടുമുട്ടി, എല്ലാവരും വരിക, എന്റെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞവനെ കണ്ടുവന്ന് അവന്റെ അടുത്തേക്ക് വരിക. ജനങ്ങളെല്ലാം അവളുടെ ശബ്ദം കേട്ട് അവന്റെ ചുറ്റും ഓടിക്കൂടി. എന്നിട്ട് ജനം അവനെ സൂക്ഷിച്ച് വീക്ഷിച്ച് അവന്റെ വചനങ്ങൾ കേട്ടപ്പോൾ അവർ പറഞ്ഞു, സ്ത്രീയെ, ഇനി നിന്റെ സാക്ഷ്യം ഞങ്ങൾക്ക് ആവശ്യമില്ല, മറിച്ച് ഞങ്ങൾക്ക് സാക്ഷ്യമായി അവൻ തന്നെ ഞങ്ങളുടെ മുൻപിലുണ്ട്. ക്രിസ്തുവിനെ പൂർണ്ണമായി ജന്മം കൊടുത്തവൾ. എല്ലാവരും വരിക, എന്റെ കാര്യങ്ങൾ പറഞ്ഞവനെ വന്നു കാണുക. അവൻ വന്ന് അവൾ വിളിച്ച് കൊണ്ടുവന്ന ജനം മുഴുവൻ യേശുവിന്റെ അടുത്ത് വന്നപ്പോൾ അവരൊരു വലിയ ഒരു രൂപാന്തരീകരണം അവരുടെ മനസ്സിൽ സംഭവിക്കുകയും അവർക്ക് ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും ക്രിസ്തുവിനെ അവരുടെ ജീവിതത്തിലേക്ക് കടക്കുവാനും പ്രവർത്തിക്കുവാനും അനുവദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഇനി നിന്റെ സാക്ഷ്യം ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ നേരിട്ട് അനുഭവിച്ച ഒരു സാക്ഷ്യം മകന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഇതുപോലൊരു വലിയ അനുഭവത്തിലേക്ക് അവൻ കടന്നു വരിക. ഇനി ക്രിസ്തുവാൻ വേണ്ടി ജീവിക്കുവാൻ, ഇനി ക്രിസ്തു മതി, എനിക്ക് മതി, ഇനി എനിക്ക് പാപത്തിന്റെ വീഴ്ചകളിലേക്ക് പോവണ്ട, ഇനി എന്റെ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട്, എന്റെ അമ്മയെ സ്നേഹിച്ചുകൊണ്ട്, എന്റെ സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, എന്റെ കൂട്ടുകാരെ സ്നേഹിച്ചുകൊണ്ട് എനിക്കിനി ഒരു പുതിയ ജീവിതം ആരംഭിക്കണം. ഞാനത് ഈ കുംഭസാരത്തിലൂടെ ആരംഭിച്ചു കഴിഞ്ഞു. സ്നേഹമുള്ളവരെ, ക്രിസ്തു അവനെ പൂർണ്ണമായിട്ട് തന്റേതാക്കി മാറ്റിയെടുത്ത്, അല്ലെങ്കിൽ ക്രിസ്തു തന്റെ ജീവിതത്തിൽ വളരുവാൻ അവൻ തന്നെ വിട്ടുകൊടുത്തു. കർത്താവ് അവനിൽ പൂർണ്ണമായിട്ട് വളർന്നു വരികയാണ്. മകനെ നമുക്ക് സമർപ്പിക്കാം. തീർച്ചയായിട്ടും ഒരു വലിയ അനുഭവമാണ് ജീവിതത്തില്, ഒരു വലിയ അനുഭവത്തിന്റെ കഥയാണ്. ക്രിസ്തുവിനെ വളരുവാൻ അനുവദിച്ചപ്പോൾ രക്ഷ പ്രാപിച്ച ഒരു മകൻ, ഒരു മകളെ കുറിച്ച് ബൈബിളിലും പറയുന്നു. ഇതുപോലെ ഉള്ളൊരവസ്ഥയിലേക്കാണ് നമ്മളെയും ഈ കാലഘട്ടം വിളിക്കുക. വലിയൊരു മാനസാന്തരത്തിലേക്ക്, വലിയൊരു ഉയർച്ചയിലേക്ക്, ക്രിസ്തുവിനെ സ്വജീവിതത്തിൽ വളരുവാനും ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ ജന്മം നൽകുവാനും ഉള്ളൊരു കാലഘട്ടം ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ, ക്രിസ്തുവിന് ജന്മം നൽകുന്നവരായി ഹൃദയത്തിലും ഉദരത്തിലും ജീവിതത്തിൽ മുഴുവൻ ക്രിസ്തുവായി രൂപാന്തരപ്പെടുന്നവരായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ കാലയളവ് അതിനുവേണ്ടിയുള്ളതാണ്, നാളത്തേക്ക് മാറ്റിവെക്കാനുള്ളതല്ലത്. ജീവിതത്തെ ദൈവം സ്പർശിക്കുന്ന നിമിഷങ്ങൾ തൊട്ട് ആ സ്പർശിക്കാൻ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന നിമിഷം തൊട്ട് അവൻ നമ്മിൽ വളരുകയാണ്. വളരാൻ നമ്മൾ അനുവദിക്കുമ്പോൾ ഇഷ്ടമുള്ളതിനെ പലതിനെയും നമ്മൾ പരിത്യജിക്കേണ്ടി വരും. ഇഷ്ടമില്ലാത്ത പലതും സ്വീകരിക്കേണ്ടി വരും. പ്രാർത്ഥനയോടും അടുപ്പുണ്ട്, നമുക്ക് അഹങ്കാരത്തോടുണ്ട്, അഹങ്കാരമുണ്ട്, അഹന്തയുണ്ട്. ഒന്നും കൊടുക്കാനും വിട്ടുകൊടുക്കാനും പറ്റാത്ത അവസ്ഥകളുണ്ട്, കലഹിക്കുന്ന അവസ്ഥകളുണ്ട്. ഇതൊക്കെ ഒന്ന് വിട്ടുകൊടുക്കാൻ പറ്റണം, ഇതിലൊക്കെ ഒന്ന് മാറി നിൽക്കാൻ പറ്റണം.
ഇതൊക്കെ ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ചുള്ളതല്ല. ദൈവമെന്നിൽ വളരുവാൻ, ക്രിസ്തുവെന്നിൽ വളരുവാൻ തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണെന്നുള്ളൊരു ഉത്തമ ബോധ്യത്തിലേക്ക് വരുമ്പോൾ ഇതിനെയൊക്കെ വിട്ടു നിൽക്കുവാൻ നമുക്ക് സാധിക്കും. വിട്ടുകൊടുത്തേ മതിയാകും, എങ്കിലേ ക്രിസ്തു നമ്മിൽ വളരുകയുള്ളൂ. ഇതൊരു കാലഘട്ടം അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ക്രിസ്തുവിന് ഇഷ്ടമില്ലാത്തതെല്ലാം ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി വിട്ടുകൊടുക്കുവാനും, ക്രിസ്തുവിന്റെ രൂപാന്തരപ്പെടുവാനും, അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചുകൊണ്ട് ക്രിസ്തുവിലായിത്തീരുവാനും, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നത് പോലെ നിങ്ങളിലും ക്രിസ്തു വളരുവാൻ ആഗ്രഹിക്കുക. അവൻ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു 25 ദിവസം കൂടുതൽ തീഷ്ണതയോടുകൂടെ ക്രിസ്തുവിനെ വളരുവാൻ നമ്മൾ അനുവദിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഈ കാലഘട്ടം നമ്മളെ കുറിച്ച് അനുഗ്രഹപൂർണമാവും. അവൻ കടന്നു പോകുന്നത് പോലെ വീണ്ടും തിരിച്ചു വരുമ്പോൾ കർത്താവിന്റെ ജീവന്റെ പുസ്തകം നമ്മൾ തുറക്കുമ്പോൾ നമ്മുടെ വിധിയെ കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം കർത്താവിന് വേണ്ടി ജീവിക്കുന്നവർക്ക്, കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവർക്ക്, കർത്താവിനെ സ്വജീവിതത്തിലേക്ക് മാറ്റുന്നവർക്ക് എന്തിന് വിധിയെ ഭയക്കണം? എന്തിന് കർത്താവിന്റെ വരവിനെ കുറിച്ച് ഭയക്കണം? വിശുദ്ധരെല്ലാം കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നതിന്റെ രഹസ്യം ഇതാണ്. അവൻ വരുമ്പോൾ, വാനമേഘത്തിൽ അവൻ വരുമ്പോൾ, അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ജീവന്റെ പുസ്തകം അവൻ തുറന്നുകൊണ്ട് നീ സ്വർഗത്തിലേക്ക് കടന്നു വാ, എന്റെ സന്നിധിയിലേക്ക് കടന്നു വാ എന്നവൻ പറയുമെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് അവർക്കെല്ലാവർക്കും മരണമേ സഹോദരി നീ കടന്നു വാ എന്ന് പറയുവാൻ തക്കവിധം ഒരു വിശ്വാസമുണ്ടായി. അതുപോലെ നമ്മളേക്കും മുമ്പിൽ ജീവന്റെ പുസ്തകം തുറക്കുമ്പോൾ ഒരിക്കലും പ്രയാസപ്പെടാതെ, ഒരിക്കലും ഒരു സംശയവുമില്ലാതെ എന്റെ കർത്താവിന്റെ ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേരുണ്ട്, എന്റെ കർത്താവിന്റെ വസൽ വളർന്നു വന്നിട്ടുണ്ട്, എന്റെ കർത്താവിനെ എന്റെ കർത്താവിന്റെ വളർത്തിയെടുത്ത എനിക്ക് എന്റെ കർത്താവ് വളരുവാൻ അനുവദിച്ച എന്നെ ദൈവം ഒരിക്കലും നാശത്തിലേക്ക് വിടില്ല. ആ ഒരു ഉത്തമ ബോധ്യമുണ്ടാവട്ടെ. വിധിയാളനായ കർത്താവ് നമ്മളെ വിധിക്കുവാൻ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ സ്നേഹമുള്ളവരെ, സന്തോഷത്തോടുകൂടെ മാലാഖമാരുടെയും വാനവദൂതരുടെയും കൂടെ കർത്താവിനോടൊപ്പം നമ്മളും സ്വർഗത്തിലേക്ക് കരയേറപ്പെടുന്ന ആ മഹനീയ ദൃശ്യമുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഓർക്കുക, അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് നമ്മൾ ജീവിക്കുക. വലിയ സന്തോഷത്തെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കുക. അപ്പോൾ ദൈവം നമ്മിൽ വളരും. നമ്മൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കും. അവിശുദ്ധ സമൂഹത്തിലേക്ക് ഉയർത്തപ്പെടേണ്ടവരുടെ ജീവിതത്തെ വിശുദ്ധിയോടുകൂടെ കാത്തു സൂക്ഷിക്കുവാൻ എനിക്ക് സാധിക്കും. അങ്ങനെ വാനമേഘങ്ങളിൽ എന്റെ കർത്താവിനോടൊപ്പം അവന്റെ സന്നിധിയിലേക്ക് കടന്നു പോകുവാൻ ഈ ഒരു കാലഘട്ടം നമ്മളെ ഒരുക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മുടെ കൂടെയുണ്ട്, ഇമ്മാനുവലായിട്ട് കൂടെയുണ്ട്. അവൻ നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ വഴി നടത്തുന്നതിനായിട്ടുണ്ട്. ആ ഒരു ബോധ്യത്തിൽ ഈ ഒരു കാലഘട്ടത്തെ നമുക്ക് വിലയിരുത്തുവാനും കാലഘട്ടത്തിൽ ആവശ്യമായ തിരുത്തലുകൾ നടത്തുവാനും നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സംരക്ഷണവും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. നമ്മുടെ ഈ ഒരു വലിയ ആഗ്രഹം ജീവിതത്തിൽ പൂർത്തീകരിക്കുവാൻ ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കേട്ട വചനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാം. എനിക്കിഷ്ടമുള്ളതിനെ പരിത്യജിക്കേണ്ട കാലം, എനിക്കിഷ്ടമില്ലാത്തതിനെ സ്വീകരിക്കേണ്ട കാലം, എന്റെ ഈശോയ്ക്ക് ഇഷ്ടമുള്ളതിനെ സ്വീകരിക്കേണ്ട കാലം, എന്റെ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതിനെ വിട്ടുപേക്ഷിക്കേണ്ട കാലം, സൂക്ഷ്മതയോടുകൂടെ എന്റെ ജീവിതത്തെ നോക്കിക്കാണേണ്ട കാലം, ഞാൻ ജീവിക്കുന്ന സാഹചര്യങ്ങളെ വിശദീകരിക്കേണ്ട കാലം, എന്റെ ഈശോയ്ക്ക് എന്റെ ഹൃദയത്തിൽ ജന്മം നൽകേണ്ട കാലം. വിശുദ്ധിയോടുകൂടെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവം എന്നെ സഹായിക്കട്ടെ. ഈശോയുടെ കൃപാവരത്തിന് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, ഈശോയെ ഈശോയെ ആരാധന. ഹല്ലേലൂയ. വലിയൊരു അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. അധരങ്ങൾ തുറന്ന് സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ